Hi everyone, welcome to my YouTube channel, my Trend FX. So, the post market analysis അതായത് ഫ്രൈഡേ ലാസ്റ്റ് വീക്കിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആണിത് ഫോർ മൺഡേ നെക്സ്റ്റ് നമ്മുടെ ട്രേഡിംഗ് ഡേ ആയിട്ടുള്ള മൺഡേയിലോട്ട് വേണ്ടി അത് 12th വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത് 25,627 സപ്പോർട്ട് എടുത്തിട്ട് 25,764 ഈ ഒരു സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിഫ്റ്റി ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും, നമ്മളിവിടെ ട്രേഡ് ചെയ്യത്തില്ല. ബട്ട് നിഫ്റ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,600 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 25,600 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബിയറിഷ് ട്രേഡ് വരും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,503 ആണ്. ഓക്കെ, 503 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതല്ല നിഫ്റ്റി ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു അപ്പ് മൂവ് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ, നമ്മൾ 25,878 ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മളൊരു ബൈ ട്രേഡിലോട്ട് പോകത്തില്ല. 25,878 നിന്ന് ഒരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരു സെൽ ഓൺ റൈസ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും താഴോട്ട് വീഴുക, അതാണ് സെൽ ഓൺ റൈസ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ 25,878 വീണ്ടും നമുക്ക് നിഫ്റ്റിനെ സെല്ല് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെല്ലിങ്, അതായത് താഴോട്ടുള്ള സെല്ല് പുട്ട് എൻട്രി എടുക്കാനുള്ള നമ്മുടെ പ്ലാൻ. ഓക്കെ, പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. അതല്ല മാർക്കറ്റ് നല്ല ഒരു ബൈയിങ് പ്രഷർ കാണിച്ചിട്ട് 25,878 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബൈ ട്രേഡിലോട്ട് പോകും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,600 25,060 ഇതായിരിക്കും നമ്മുടെ മുകളിലോട്ടുള്ള രണ്ട് ടാർഗറ്റ്. 26,000 ആൻഡ് 26,060 ഇത് രണ്ടും നമ്മുടെ മുകളിലോട്ടുള്ള ടാർഗറ്റ് ആയിരിക്കും. സോ ഇവിടെ വരെ 25,878 വരെ നമ്മൾ ഒരു ബൈയിലോട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ സെൽ ഓൺ റൈസ് ആയിരിക്കും നോക്കുക, മുകളിൽ കയറിയിട്ട് സെല്ല് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അതല്ലെങ്കിൽ ഈ ഏരിയയുടെ ഉള്ളിൽ നമ്മൾ നോ ട്രേഡ് സോൺ ആയിരിക്കും. ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,627 താഴെ വീണ്ടും നമ്മൾ ബിയറിഷിലോട്ടായിരിക്കും പോവുക. സോ 25,900 മുകളിൽ, അതായത് 25,878 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ്, ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ വരുന്നവരെ, ഒരു 1 ഹവർ ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്യുന്നവരെ നമ്മൾ ഒരു ബൈ ട്രേഡിലോട്ട് നമ്മൾ മാർക്കറ്റിനെ ഒരു ബുള്ളിഷ് ബയസിലോട്ട് നമ്മൾ പോകുന്നതല്ലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മൺഡേ പ്ലാൻ എ കൺസോളിഡേഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ, പ്ലാൻ ബി consolidation and sell on rise, and plan C market when close above 25,878 നമ്മളൊരു ബൈ ട്രേഡിലോട്ട് പോകും. ഇതാണ് എന്നിട്ട് ടാർഗറ്റ് മുകളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ 26,000 ആൻഡ് 26,060. ഓക്കെ, ഇതാണ് മൺഡേയിലോട്ടുള്ള നമ്മുടെ പ്ലാൻ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ് ആൻഡ് ലൈക്ക് കമൻറ്റ് മൈ ചാനൽ. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ്സ് അങ്ങനെയുള്ള ഫ്രീ ടിപ്സൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. ആൻഡ് മൺഡേയിലോട്ടുള്ള നമ്മുടെ സ്വിംഗ് ട്രേഡ്, മൺഡേയിലോട്ട് നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്വിംഗ് ട്രേഡ് അൽക്കം ലബോറട്ടറിയാണ്. 25,850 മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ 25,923 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. 25,850 മുകളിൽ നമ്മൾ ട്രേഡ് എടുക്കും. 5,850 മുകളിൽ 5,923 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അൽക്കം ലബോറട്ടറി. പ്ലീസ് നോട്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നിഫ്റ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ DM ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഐ ക്യാൻ റീച്ച് ഔട്ട്. ഓക്കെ, താങ്ക് യു.